ശ്രീ ആർ വി ബാബു, കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 2 തവണ വിശദീകരണം തേടി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അന്ന് ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കിയിട്ടില്ല. താൻ ഒരു തരത്തിലും ഗവർണറോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്ന നിലപാട് അദ്ദേഹം തുടരുകയാണ്. ആ റിപ്പോർട്ട് തൃപ്തികരമല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം BCയുടെ മുന്നിലോട്ട് വെച്ചത്. എന്തായാലും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇടത് പക്ഷത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് നാളെയും അദ്ദേഹം ഓഫീസിലെത്തും. കാരണം വൈസ് ചാൻസലർക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ആവില്ല. സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം വേണമെന്നാണ് പറയുന്നത്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ രജിസ്ട്രാറായി തുടരട്ടെ എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് നടപ്പിലാക്കും. അതിൻ്റെ ഭാഗമായിട്ട് നാളെയും അദ്ദേഹം ഓഫീസിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വിഷയത്തിൽ വൈസ് ചാൻസലർ സ്വീകരിച്ച നടപടി തികച്ചും സ്വാഗതാർഹമാണ്. അത് എടുക്കേണ്ട ഒരു നടപടി തന്നെയാണ്. കാരണം തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു പരിപാടി, പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടി, ആ പരിപാടിയിൽ അവിടെ എന്ത് വെക്കണം എന്ത് വെക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് പൂർണ്ണമായും ആ സംഘടനയുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതായിരിക്കെ പൂർണ്ണമായും വാടകയ്ക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പൈസ അടച്ച് ആ പരിപാടി നടത്താൻ തീരുമാനിച്ച ആ സംഭവത്തെ ഗവർണർ പങ്കെടുക്കുന്ന ആ നടപടിയെ അലങ്കോലമാക്കി എന്നതിൽ ഉത്തരവാദി എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ പറയുന്ന രജിസ്ട്രാർ തന്നെയാണ്. അത് അന്നു മുതലേ നമ്മൾ പറയുന്നുണ്ട്. അത് ഇപ്പോ വൈസ് ചാൻസലർ അത് ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ ഒരു നടപടി എടുക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരം ഇല്ല, സിൻഡിക്കേറ്റ് അംഗീകരിക്കണം എന്നുള്ള നിലപാട് നമുക്കത് അന്വേഷിക്കേണ്ടി വരും. നമുക്കത് കൃത്യമായിട്ട് അതിന്റെ പ്രൊസീജിയർ എന്താണ് എന്നതിനെ കുറിച്ച് അറിയില്ല. അത് വ്യക്തമാക്കേണ്ടത് വൈസ് ചാൻസലറും അതേപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒക്കെയാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അത് തികച്ചും ന്യായമാണ്, ഉചിതമായ ഒരു ശിക്ഷാ നടപടി തന്നെയാണ്. ഒരു കാരണവശാലും രജിസ്ട്രാർ അന്ന് എടുത്ത നിലപാടുകൾ യോജിച്ചതായിരുന്നില്ല. ആ സംഭവത്തെ കലാപകലുഷിതമാക്കാനും അതേപോലെ അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാനും ഗവർണറെ പോലെ കേരളത്തിന്റെ ഭരണഘടനാ തലവന്റെ പരിപാടി അലങ്കോലമാക്കാൻ കാണിച്ച ആ ധിക്കാരം അത് രജിസ്ട്രാർ രാഷ്ട്രീയ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒക്കെ ചട്ടുകമായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്ക് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ്. ഒരു കാരണവശാലും അതിനോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ നടപടി നീതിയുക്തമാണ്, ന്യായയുക്തമാണ്. അതാണ് അദ്ദേഹം എടുത്ത നടപടിയെ നമുക്ക് അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് പറയാനേ പറ്റൂ. ബാക്കിയുള്ളത് നിയമപരമായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധ്യമല്ല. ശ്രീ ആർ വി ബാബു, മതചിഹ്നം ഉപയോഗിച്ചു എന്നാണല്ലോ രജിസ്ട്രാർ അന്ന് പറഞ്ഞത്. ഈ പരിപാടിക്ക് അനുമതി നൽകാനാവില്ല, പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പിൽ അദ്ദേഹം പറഞ്ഞത് മതചിഹ്നം ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ വൈസ് ചാൻസലർക്ക് കൊടുത്ത വിശദീകരണത്തിൽ ഏത് മതചിഹ്നമാണ് ഉപയോഗിച്ചത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. വൈസ് ചാൻസലർ രജിസ്ട്രാർ പറയുന്ന കാരണങ്ങൾ ഒന്നും യുക്തിപരമല്ലല്ലോ. യുക്തിസഹമായിട്ടുള്ള ഒരു മറുപടിയും ഒരു കാരണവും രജിസ്ട്രാർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല അന്നു മുതൽ ഇന്ന് വരെ. അദ്ദേഹം പറഞ്ഞ ഓരോ കാരണങ്ങളും തെറ്റായിരുന്നു, കള്ളം എന്ന് നമുക്ക് തീർത്തും കള്ളമാണ് എന്ന് പറയാവുന്ന കാരണങ്ങളാണ് രജിസ്ട്രാർ പറഞ്ഞത്. അദ്ദേഹം പ്രിൻസിപ്പാളായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ സത്യസന്ധമല്ലാത്ത വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചട്ടുകമായിട്ട് നിന്നുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു എന്നുള്ളത്
അദ്ദേഹത്തിനെ ഒരു അധ്യാപകൻ എന്ന ആ ഒരു പദവിക്ക് യോഗ്യനല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ രജിസ്ട്രാറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ തരത്തിലുള്ള ഒരു ഉന്നതമായ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അർഹതയില്ല. കാരണം അദ്ദേഹം കള്ളം പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു, ഭരണകൂടത്തിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ പദവിക്ക് ഒട്ടും യോജിക്കാത്തതാണ്. ആ പദവിയിൽ ഇരിക്കാൻ ഈ രജിസ്ട്രാർ എന്ന അനിൽകുമാർ ഒട്ടും യോഗ്യനല്ല. അദ്ദേഹം സ്വമേധയാ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയലാണ് ശരിയായ വഴി. വൈസ് ചാൻസലർ എടുത്ത നടപടിയെ ഏതു നിലയ്ക്കും പ്രതിരോധിക്കും എന്നുള്ള രാഷ്ട്രീയ തീരുമാനം അത് വരുന്ന നാളുകളിൽ ഒരു പക്ഷേ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കാനും ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് മാറ്റാനും ഒക്കെ ഇടയാക്കിയേക്കാം. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും വൈസ് ചാൻസലർ നടപടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ന്യായയുക്തമാണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമുക്ക് ആ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ. ശശികല ടീച്ചർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ടീച്ചർ, കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഒടുവിൽ സസ്പെൻഷൻ. വൈസ് ചാൻസലറാണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മതചിഹ്നം ഉപയോഗിച്ചതുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുത്ത പരിപാടി നടത്താൻ പറ്റില്ല എന്നായിരുന്നു അന്ന് ആ വേദിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ കൃത്യമായ വിശദീകരണം വൈസ് ചാൻസലർ തേടിയിരുന്നു. പക്ഷേ അതിന് മറുപടി നൽകാനായിട്ടില്ല. അദ്ദേഹം അതിന് ഏത് മതചിഹ്നമാണ് ഉപയോഗിച്ചത് എന്ന ചോദ്യത്തിന്, വൈസ് ചാൻസലറുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ രജിസ്ട്രാർക്ക് സാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. സസ്പെൻഷൻ എങ്ങനെ നോക്കിക്കാണുന്നു ടീച്ചർ? കാരണം ആ ചടങ്ങ് നമ്മളെല്ലാം ലൈവായി കണ്ടതാണ്. രജിസ്ട്രാർ തന്റെ പദവിക്ക് അനുസരിക്കുന്ന വിധത്തിലല്ല അവിടെ പെരുമാറിയത്. വെറും ഒരു സഖാവിന്റെ, ഒരു രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് അദ്ദേഹം തരം താഴുകയാണ് ഉണ്ടായത്. ഉള്ളിലെല്ലാവരുടെയും രാഷ്ട്രീയം ഉണ്ടാവും, ഒരു പക്ഷേ നടപടികളിലൊക്കെ അത് പ്രതിഫലിച്ചു എന്നും വരാം. പക്ഷെ എന്നാലും നമുക്ക് നിൽക്കാനൊരു നിലപാട് തറ വേണം. നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് അവനവനെയെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു നിലപാട് തറ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം ഒരു പദവിയിലിരിക്കുന്നവരൊക്കെ അവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ വിട്ട് വെറും ഒരു സറ നിലവാരത്തിലാണ് അവിടെ കാണിച്ചത്. കാരണം അതൊരു സ്വകാര്യ ചടങ്ങാണ്. അതിലെ മുഖ്യ അതിഥിയായി അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ഗവർണർ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു സ്വകാര്യ ചടങ്ങാണ്. ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സ്വകാര്യ സംഘടന നടത്തുന്ന, സർക്കാരുമായി ബന്ധമുള്ളൊരു ചടങ്ങല്ല അത്. മാത്രമല്ല അവർ നിയമാനുസൃതമായി അത് കരാർ അനുസരിച്ച് തുക കെട്ടിയിട്ട്, അത് ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഹോള്, അവർ തുക കെട്ടിയെടുത്ത ഒരു ഹോളാണ്. അവിടെ എന്ത് വെക്കണമെന്ന് അവരാണ് തീരുമാനിക്കുക. അത് ഒരിക്കലും രജിസ്ട്രാറുടെ അധികാര പരിധിയിൽപ്പെട്ടതായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ആലോചിച്ച് നോക്കൂ. ഗവർണറെ അദ്ദേഹം ഗവർണറോട് വരരുത് എന്ന് പറഞ്ഞാല് വാല് തലയാട്ടുന്ന അവസ്ഥയല്ലേ. തല വാലിനെയാണല്ലോ സാധാരണ ആട്ടാറ്. ഒരു വാല് തലയാട്ടുന്നത് പോലെ ചാൻസലറായ ഗവർണർ ഒരു പരിപാടിക്ക് വരരുത്, ഗവർണർ ഉത്തമ ബോധ്യത്തോടു കൂടിയാവില്ല അതൊക്കെ ഏറ്റിരിക്കുന്നത്, അത് വരരുത് എന്ന് പറഞ്ഞ് വാല് തലയെ ആട്ടുന്ന തരത്തിലുള്ള, കാരണം CPM അടിമ മാത്രമാണ് ഇവിടെ വരുന്ന ഏത് തലത്തിലുള്ള ആളുകളും എന്ന് വരുമ്പോൾ അത് തീർച്ചയായും ഇതുപോലുള്ളൊരു ശിക്ഷയിൽ തന്നെയാണ് അത് വന്നെത്തി നിൽക്കേണ്ടത്. കാരണം ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ഒരു പദവിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ, ഒരു പക്ഷേ നിയമപരമായി മുഖ്യമന്ത്രിക്ക് അതിന്റെ അധികാരങ്ങൾ കൂടുതൽ എന്നൊക്കെ ചോദിച്ചേക്കാം. രാഷ്ട്രപതി, ഗവർണർ എന്നിവരൊക്കെ തന്നെ ആലങ്കാരികമായി ഭരണത്തലവനാണ്. നമ്മൾ അംഗീകരിക്കേണ്ട, ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. അതാണ് കേരളം ഇല്ലാതെ പെരുമാറിയത്. വെറും രാഷ്ട്രീയത്തിന്റെ ഒരു തറ നാടകങ്ങൾ കാണിക്കേണ്ടതല്ല ഗവർണറെ പോലൊരു വ്യക്തിത്വത്തോട്. ഇനി അങ്ങനെ ഉള്ളിലുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു നീതി വേണം. അങ്ങനെ ഒരു നീതി ആ ചടങ്ങ് തടയുന്നതിൽ ഉണ്ടായില്ല. ഇത് മതചിഹ്നം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മിനിമം SSLC പാസ്സാവാതെ ഇത്തരം പദവിയിലൊന്നും എത്താൻ സാധ്യമല്ലല്ലോ. ഒരു SSLC വരെ പഠിക്കുന്ന ഒരാൾക്കെങ്കിലും അറിയില്ലേ മതചിഹ്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്, എന്താണ് ഭാരതമാത എന്നുള്ളത്? അപ്പോൾ അദ്ദേഹം വിദ്യാലയത്തിന്റെ പടി കാണാതെ വെറും കമ്മ്യൂണിസ്റ്റ് കൊടി മാത്രം പിടിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്തരം പദവികളിൽ എത്തിയത്. ഇവിടെ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ആവേശം കൊള്ളിച്ചത് ഭാരത് മാതാ കി ജയ് ആണ്. ഇന്നും നമ്മുടെ പട്ടാളക്കാര് ജീവൻ പോയാലും വേണ്ട, ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ ചൂടിയ മുല്ലപ്പൂവിന്റെ മണം മാറുന്നതിന് മുമ്പ് യുദ്ധരംഗത്തേക്ക് പോകുന്ന ആ പട്ടാളക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കുടുംബത്തെ പറ്റി ഓർക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്ന അവരുടെ ഉള്ളിൽ മുഴങ്ങുന്ന ഭാരത് മാതാ കി ജയ് ആണ്. ഇതൊക്കെ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിനെ വെറും ഒരു മതപരമായ ചിഹ്നമായി താഴ്ത്തി കൊണ്ടുവന്നപ്പോൾ ഉചിതമായ ഒരു നടപടിയാണ് വൈസ് ചാൻസലർ എടുത്തത്. കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസത്തെ
ഈ രാഷ്ട്രീയത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ സാധാരണക്കാരന് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൽ പഠിക്കുക, സർവകലാശാലകളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണ് പഠിക്കണത് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളും പഠിക്കുന്നു. മറ്റെവിടെയെങ്കിലും ഒരുപക്ഷെ ഇത്രയൊന്നും നിലവാരമില്ലാത്ത സ്ഥലങ്ങളിൽ പോയാലും വേണ്ടിയില്ല, കാരണം ഇതൊരു അപമാനമായി പലരും കരുതുന്നു. അതുകൊണ്ട് നാട് വിട്ട് ഓടാനുള്ള ഒരു വ്യഗ്രതയാണ്. നമുക്ക് തിരിച്ചു പിടിക്കണം. പ്രശസ്തമായ സർവകലാശാലകൾ തന്നെയാണ് നമ്മുടേത്. അപ്പൊ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കണം. അതിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ ഈ നടപടി എന്നാണ് പറയാനുള്ളത്.